സമരത്തിന് പോലും ഇട നൽകാത്ത വിധത്തിൽ പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ നടപടികൾ സ്വീകരിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതികളെ പിടികൂടുവാനും പോലീസിനെ ഈ ദൃശ്യങ്ങൾ കൈക്കലാക്കാനും കഴിഞ്ഞിട്ടുള്ളത്. ഇന്നലെ ഈ സംഭവം ഉണ്ടാകുന്നത് 2 ദിവസം മുമ്പാണ്. നമ്മൾ ബ്രേക്കിംഗ് ചെയ്ത അന്ന് മുതൽ തന്നെ പോലീസിനോട് ഈ ദൃശ്യങ്ങൾ കിട്ടാൻ വല്ല മാർഗ്ഗമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴും CI ശ്രീജിത്ത് പറയുന്നുണ്ട്, സനോജ്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിലുള്ള ക്രൂരതയുടെ ദൃശ്യങ്ങളാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തെളിവുകൾ കൃത്യമാണ്. അതുകൊണ്ട് ശക്തമായ നടപടി സ്വീകരിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. പക്ഷേ ഈ ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് കോടതിയിൽ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് പുറത്ത് മാധ്യമങ്ങൾക്ക് നൽകാൻ കഴിയുകയില്ല എന്ന നിലപാടാണ് പോലീസ് സ്വീകരിച്ചത്. പോലീസ് ഈ നിമിഷം വരെ ഈ ദൃശ്യങ്ങൾ പുറത്തു കൊടുക്കാൻ തയ്യാറായില്ല. അവർ ഈ പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ തന്നെ ഈ ദൃശ്യങ്ങൾ കോടതിയിലും ഹാജരാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിൻ്റെ ശാസ്ത്രീയ പരിശോധനയ്ക്കായി ലാബിലേക്ക് അയച്ചിരിക്കുകയാണ്. അങ്ങനെ കൃത്യമായ അന്വേഷണം നടത്തി. പക്ഷേ നമുക്ക് ദൃശ്യങ്ങൾ കിട്ടുന്നത് മറ്റു പല മാർഗ്ഗങ്ങളിലൂടെയാണ്, മറ്റു വിദ്യാർത്ഥികളുടെ കൈകളിൽ നിന്നുമാണ്. എന്തായാലും ഈ കേസിൽ പോലീസ് അതിന് വലിയ സാധ്യതയുണ്ട്. സനോജ്, അതിന് വലിയ സാധ്യതയുണ്ട്. കാരണം ഇവരിത് കണ്ട് രസിക്കാൻ, ബ്ലാക്ക്മെയിൽ ചെയ്യാൻ പലവിധ ഉദ്ദേശത്തോടെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. ഇത് ഇവരുടെ സുഹൃത്തുക്കൾക്ക് ഇവരെ കാട്ടിയിട്ടുണ്ടാകണം, അല്ലെങ്കിൽ അങ്ങനെ ഇത് ഷെയർ ചെയ്തിട്ടുണ്ടാകണം. അതുകൊണ്ട് തന്നെ പലരിലേക്കും വരുന്നു. അത് സനോജിനെ പോലുള്ള മാധ്യമപ്രവർത്തകരുടെ കൈകളിലേക്ക് എത്തുന്നു. അങ്ങനെ എന്നാൽ പോലീസ് ആവട്ടെ വളരെ ജാഗ്രതയോടെ ആ ദൃശ്യങ്ങളടക്കം ആ കേസിൻ്റെ വളരെ പ്രധാനപ്പെട്ട തെളിവായി ഇതിനോടകം തന്നെ മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ഈ ദൃശ്യങ്ങൾ കൊടുക്കുമ്പോൾ അത് ആ കേസ് അന്വേഷണത്തെയോ അതിൻ്റെ തെളിവെന്നുള്ള നിലയിൽ അതിൻ്റെ സാധ്യതയോ ആധികാരികതയോ ഒരു തരത്തിലും ബാധിക്കാത്ത വിധമാണ് പോലീസ് അതിനു മുമ്പ് തന്നെ സനോജ് പറഞ്ഞതുപോലെ വേണ്ട നിലയിൽ പണിയെടുത്ത് ഈ പ്രതികളെ പൂട്ടുന്നതിന് തന്നെ വേണ്ട പണിയെല്ലാം കൃത്യമായി ചെയ്തു തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ 1ാം വർഷ വിദ്യാർത്ഥികളാണ് ഇത്തരം റാഗിങ്ങിന് വിധേയരായിട്ടുള്ളത്. ഇവർ സീനിയേഴ്സാണ്. മുൻ വർഷം ഇത് 2ാം വർഷമാണോ, 2ാം വർഷത്തെ വിദ്യാർത്ഥികളാണോ ഇവർ, അതോ 3ാം വർഷം, എങ്ങനെയാണ്? എനിക്കത് അറിയാത്തതുകൊണ്ടാണ് ഇത് ചോദിക്കുന്നത്. അപ്പോൾ ഈ കോഴ്സ് 3 വർഷമാണോ ഈ കോഴ്സ്, അപ്പോൾ അതോ 2 വർഷമാണോ? അങ്ങനെയാണെങ്കിൽ മുമ്പ് പറഞ്ഞതുപോലെ ഇവർ മുൻപ് ഇക്കാര്യങ്ങൾ ഈ ഒരു രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ? അതീവ രഹസ്യമാക്കി ഭയപ്പെടുത്തി പുറത്തു പറയാത്ത വിധം അങ്ങനെ ഇവരുടെ പീഡനത്തിന് മറ്റു കുട്ടികൾ വിധേയരായിട്ടുണ്ടോ? അതൊക്കെ ഈ അന്വേഷണത്തിൽ പുറത്തു വരേണ്ടതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സനോജ് മുമ്പ് പറഞ്ഞു, ഇത് ബ്രേക്ക് ചെയ്തതിനെക്കുറിച്ചാണ്, ഈ വാർത്ത കൈരളി ന്യൂസ് ബ്രേക്ക് ചെയ്തതിനെക്കുറിച്ച് പറഞ്ഞു. സനോജിലേക്ക് ഈ വിവരങ്ങൾ വന്നത്, പോലീസ് വളരെ കിട്ടിയ വിവരത്തെക്കുറിച്ച് പ്രതികൾക്ക് പോലും അവരെ കസ്റ്റഡിയിലെടുക്കുമ്പോഴാണ് തങ്ങൾക്കെതിരെ പരാതി വന്നിട്ടുണ്ടോ എന്ന് പോലും മനസ്സിലാകുന്നത്. അത്രമേൽ രഹസ്യമായി ഈ വിവരങ്ങളാകെ വെച്ച് കാര്യങ്ങൾ പരിശോധിച്ച് വളരെ രഹസ്യമായി വളരെ ശക്തമായി ഈ കേസ് അന്വേഷണം പോലീസ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ, സനോജ്, ഈ വാർത്ത നമ്മളിലേക്ക് വരുന്നതും നമ്മൾ ഈ വാർത്തയായി പ്രേക്ഷകരിലേക്ക് എത്തിച്ച ആ ഒരു സാഹചര്യം കൂടി ഒന്ന് പറയാമോ? ശരത്ത്, ഇത്തരമൊരു പരാതി ഉണ്ടാകുന്നുവെന്ന് മാധ്യമപ്രവർത്തകർ ആരും തന്നെ അറിഞ്ഞിരുന്നില്ല. ഈ പരാതി പ്രിൻസിപ്പൽ കൃത്യമായി പരിശോധിച്ച് മനസ്സിലാക്കി പോലീസിന് കൈമാറുന്നു. പോലീസ് ഈ കാര്യത്തിൽ കൃത്യമായ തെളിവുകൾ ശേഖരിക്കുന്നു, പ്രതികളെ കസ്റ്റഡിയിലെടുക്കുന്നു, ആ തെളിവുകൾ പരിശോധിക്കുന്നു, ഇതിനകത്ത് വസ്തുതയുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഇങ്ങനെ വസ്തുതയുണ്ട് എന്ന് മനസ്സിലാക്കിയ ശേഷം രാത്രി വൈകിയാണ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. ഈ അറസ്റ്റ് രേഖപ്പെടുത്തി ഇവരുടെ പൂർണ്ണമായും വലയത്തിലായി, ഇവർ തങ്ങളുടെ നിയന്ത്രണത്തിലായി എന്ന് മനസ്സിലാക്കിയ ശേഷം പോലീസ് തന്നെയാണ് ഈ വാർത്ത ആദ്യം മാധ്യമങ്ങൾക്ക് നൽകുന്നത്. കാരണം ഇതിനകത്ത് വസ്തുതയുണ്ട്, ഇത് പൊതുസമൂഹം അറിയണം, ഇത്തരത്തിൽ ക്രൂരമായ പീഡനം ഇവിടെ നടന്നിട്ടുണ്ട്, ശക്തമായ നിലപാടുകൾ പോലീസ് സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് പോലീസിൻ്റെ പൂർണ്ണ ബോധ്യമായിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ പോലീസ് തന്നെയാണ് ഈ വിവരങ്ങൾ, ഒരുപക്ഷെ ഈ വാർത്ത മാധ്യമങ്ങളിലൂടെ ആദ്യം അറിയുകയായിരുന്നുവെങ്കിൽ ഈ വിദ്യാർത്ഥികൾ ഈ തെളിവുകൾ പൂർണ്ണമായി നശിപ്പിക്കപ്പെടുകയും അവർ ഇതിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യം പോലും സൃഷ്ടിക്കപ്പെടാതെ കൃത്യമായ ഇടപെടൽ ഈ കാര്യത്തിൽ പോലീസ് സ്വീകരിച്ചു. അതിനകത്ത് കേരള പോലീസിന് ഒരു ബിഗ് സല്യൂട്ട് പറയാതിരിക്കാൻ വയ്യില്ല. അത്രമേൽ കൃത്യമായ നിലപാടാണ് ഇക്കാര്യത്തിൽ പോലീസ് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതികളെ പിടികൂടുവാനും അവർക്ക് അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വകുപ്പുകൾ ചുമത്തുവാനും